നമുക്ക് ഈ ഡിഷിൻ്റെ ന്യൂട്രീഷൻ അനാലിസിസ് നോക്കാം. അതായത് ഇതിൽ എത്ര ന്യൂട്രിയൻസ് ഉണ്ട്. ഇതൊരു എഗ്ഗ്, പനീർ, വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 50 ഗ്രാം പനീറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50 ഗ്രാം പനീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 9 ഗ്രാം പ്രോട്ടീൻ, അതേപോലെ 12 ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള കാലറി 108 കിലോ കാലറീസ്. 2 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നിന്നുള്ള ഒരു 8 കിലോ കാലറി അത്രയേ ഉള്ളൂ. പിന്നെ ഒരു 2 എഗ്ഗ് വൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 എഗ്ഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ 8 ഗ്രാം പ്രോട്ടീൻ, അതുപോലെ തന്നെ 32 കിലോ കാലറീസ് അത്രയേ ഉള്ളൂ. പിന്നെ 100 ഗ്രാം വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെജിറ്റബിൾസ് ബീൻസ്, ക്യാരറ്റ്, കാബേജ്, ഓണിയൻ, ഗാർലിക്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബ്രോക്കോളി ഉണ്ടെങ്കിൽ ഇടാം, അത് ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബ്രോക്കോളി ആൻറ്റി ഓക്സിഡൻ്റൊക്കെ റിച്ച് ആയിട്ടുള്ളതാണ്, വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 0 കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും ഒരു 100 ഗ്രാം വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു 40 കിലോ കാലറീസും 2 ഗ്രാം പ്രോട്ടീനേ ഉള്ളൂ. പിന്നെ ഇതിൽ മസ്റ്റർഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 ml മസ്റ്റർഡ് ഓയിൽ, അതായത് പനീർ ഫ്രൈ ചെയ്യാൻ, ഷാലോ ഫ്രൈ ചെയ്യാൻ 5 ഗ്രാം, ബാക്കി കുക്കിങ്ങിന്. അപ്പോൾ അതിൽ നിന്നൊരു 90 കിലോ കാലറീസ്.